അദ്ദേഹം ഒരു യാത്ര കഴിഞ്ഞ് വരികയാണ്, ദീർഘയാത്ര കഴിഞ്ഞ് വരികയാണ് ലുക്മാൻ. യാത്ര കഴിഞ്ഞ് വന്നപ്പോൾ പിന്നെ അദ്ദേഹം നാട്ടിലെത്തി. പിന്നെ ചോദിക്കണ അദ്ദേഹം ചോദിക്കണം അദ്ദേഹത്തിൻ്റെ കുടുംബത്തെക്കുറിച്ചാണ്. ഖൈഫ അബി, എൻ്റെ വാപ്പ എങ്ങനെയുണ്ട്. അപ്പോൾ ആ അദ്ദേഹത്തെ സ്വീകരിച്ച വ്യക്തി പറഞ്ഞു, മാ താബൂക്ക്, അങ്ങയുടെ വാപ്പ മരിച്ചിരിക്കുന്നു, വാപ്പ മരിച്ചു. അപ്പോൾ ഉടൻ അൽഹംദുലില്ലാ തവല്ലൈതു അംരി, അൽഹംദുലില്ലാ തവല്ലൈതു അംരി എന്ന് പറഞ്ഞതാണ് ഞാൻ ഉത്തരം എന്ന് പറയും. പിന്നെ ചോദിച്ചു ഇതാണ് ഖൈഫ ഉമ്മി, എൻ്റെ ഉമ്മ എങ്ങനെയാണ്. പറഞ്ഞു മാത്തത്ത് ഉമ്മുക്ക്, നിങ്ങളുടെ ഉമ്മ മരിച്ചിരിക്കുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ദഹബ ഹമ്മി എന്ന് പറഞ്ഞു. പിന്നെ ചോദിച്ചു ഖൈഫ സൗജത്തി, എൻ്റെ കുടുംബിനി എങ്ങനെ. മാത്തത്ത് സൗജത്തുക്ക്, നിങ്ങളുടെ കുടുംബിനി മരിച്ചിരിക്കുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു തജദ്ദത്ത് ഫിറാഷി. പിന്നെ ചോദിച്ചു ഖൈഫ ഉഖ്തി, എൻ്റെ സഹോദരി എങ്ങനെ. പറഞ്ഞു മാത്തത്ത് ഉഖ്തുക്ക്, നിങ്ങളുടെ സഹോദരി മരിച്ചിരിക്കുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഹസൻതു അല്ലെങ്കിൽ ഹഫിൽതു ഇർദി എന്ന് പറഞ്ഞു. പിന്നെ ചോദിച്ചു ഖൈഫ അഖി, അപ്പം മാത്ത അഹൂഖ്, അങ്ങയുടെ സഹോദരനും മരിച്ചിരിക്കുന്നു. ലുഖ്മാൻ ദീർഘകാലം ജീവിച്ച ആളാണ്. അപ്പോൾ അദ്ദേഹം ഈ യാത്രയിൽ ദീർഘകാലം കഴിഞ്ഞാണ് മടങ്ങുക. അപ്പോൾ മടക്കത്തിൽ നാട്ടിലേക്ക് തിരിച്ച് മടങ്ങിയപ്പോൾ ചോദിക്കുകയാണ്, അവസാനം ചോദിച്ച സഹോദരനെ കുറിച്ചാണ്. ഖൈഫ അഖി, പറഞ്ഞു മാത്ത അഹൂഖ്, നിങ്ങളുടെ സഹോദരനും മരിച്ചിരിക്കുന്നു. അപ്പോൾ പറഞ്ഞു ഇൻഖസമ ബഹരി, ഇൻഖസമ ബഹരി, എൻ്റെ മുതുകുടി ഒടിഞ്ഞു എന്നാണ്. എന്താ പിന്നെ വാപ്പ അങ്ങനെ ചോദിച്ചപ്പോൾ വാപ്പ മരിച്ചു പറഞ്ഞു. അപ്പോൾ അദ്ദേഹം അൽഹംദുലില്ലാ തവല്ലൈതു അംരി, ഞാൻ എൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ ഏറ്റെടുത്തു. കാരണം വാപ്പ ഉണ്ടെങ്കിൽ മുഴുവൻ കാര്യങ്ങളും ഇല്ല, വാപ്പാണ് കുറേ കാര്യങ്ങളുടെ ചുമതല. വാപ്പ മരിച്ചപ്പോൾ ഇനി കാര്യങ്ങളെല്ലാം എന്നിലേക്ക്. ഉമ്മ എന്തെന്ന് ചോദിച്ചപ്പോൾ ഉമ്മ മരിച്ചു എന്നാണ്. അപ്പം പറഞ്ഞു ദഹബ ഹമ്മി, എന്താ ദഹബ ഹമ്മി, എൻ്റെ ടെൻഷൻ പോയി എന്നാണ്. കാരണം എന്താ, ഉമ്മ ഉണ്ട് എങ്കിൽ ആ ഉമ്മയെ പരിചരിക്കണം. ഉമ്മയാണ് സ്വർഗത്തിലേക്കുള്ള വാതിൽ, ആ വാതിൽ കാത്ത് സൂക്ഷിക്കണം. അതിനെന്താ വേണ്ടത്, ഉമ്മയ്ക്കുള്ള സൽപരിചരണമാണ്. മനസ്സിലായില്ലേ. അപ്പോൾ ഉമ്മ മരിച്ചു എന്നാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് എൻ്റെ ടെൻഷൻ പോയി. മറ്റെന്താണ്, ഞാൻ ഉമ്മയുടെ വിഷയത്തിൽ അർഹമായത് നൽകുമോ, ഉമ്മയെ പരിചരിക്കാനാവുമോ, കൃത്യമായത് നോക്കാനാവുമോ എന്നുള്ള ടെൻഷൻ, അതാണ് ആ ടെൻഷൻ പോയി എന്ന് പറയും. പിന്നെ പറയാൻ